Question 43. From which of the following places did Subhash Chandra Bose issued his famous call Delhi Chalo? ദില്ലി ചലോ അല്ലെങ്കിൽ ഡൽഹി ചലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അറിയപ്പെടുന്ന ഒരു ആഹ്വാനം, അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആഹ്വാനമാണ്. ഒരു മൂവ്മെൻറ്റിൻ്റെ തുടക്കമെന്നോണം സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ ഒരു കോൾ അല്ലെങ്കിൽ ആഹ്വാനമാണ് ദില്ലി ചലോ അഥവാ ഡൽഹി ചലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് സ്ഥലത്ത് നിന്നാണ് അവർ പറഞ്ഞത്, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് അവർ അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയത് എന്നാണ് ചോദ്യം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്തുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഗ്രൂപ്പ് ഫോർമേഷൻ്റെ അകത്താണ് ഇത്തരത്തിലൊരു കൊട്ടേഷൻ അല്ലെങ്കിൽ ആഹ്വാനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എവിടെ വെച്ചാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഡി, സിംഗപ്പൂർ എന്നാണ്. ആൻഡ് 44th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ തന്നിരിക്കുന്നതിൽ മാച്ച് അല്ലാത്ത പേർ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ദ ഹിന്ദു, ജി സുബ്രഹ്മണ്യം അയ്യർ, അമൃത ബസാർ പത്രിക ബൈ മോത്തിലാൽ ഘോഷ്, ബംഗാളി ബൈ സുരേന്ദ്രനാഥ് ബാനർജി, സുധർനക് ബൈ എൻ സെൻ. ഇവയൊക്കെയും സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജേണൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ആണ്. പിന്നെ അന്നത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ഡെയിലി നമുക്ക് രാവിലെ വരുന്ന ന്യൂസ് പേപ്പർ പോലെ എല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല. ചിലതൊക്കെ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സ് തന്നെ, പക്ഷേങ്കിൽ പീരിയോഡിക്കലായിട്ട് ചിലപ്പോൾ 4 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ വീക്ക്ലി അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അത്തരത്തിൽ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ 4 തരം ജേണൽ അല്ലെങ്കിൽ പത്രങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എഴുതിയ ആൾക്കാരുടെ പേര് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടോ, ഇല്ലാത്ത പേരേതാ എന്നൊക്കെയാണ് ചോദ്യം. ഉത്തരം സുധർനക് എൻ എന്നാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. സുധർനക് എഴുതിയത് ഗോപാൽ ഗണേഷ് അഗാർക്കർ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്, അല്ലാണ്ട് എൻ സെൻ അല്ല. അഡീഷണൽ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ, ഫസ്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. അതായത് SN ബാനർജി ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ആണ്. അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ പയനിയറിംഗ് ലീഡേഴ്സിൽ ഒരാളായിരുന്ന ആളാണ് സുരേന്ദ്രനാഥ് ബാനർജി. അവരാണ് ബംഗാളി പത്രം എഴുതിയിട്ടുണ്ടായിരുന്നത്. 43rd ക്വസ്റ്റ്യനിലെ എക്സ്പ്ലനേഷനായിട്ട് കാണുന്ന 2 ടേം INC പ്രസിഡന്റ് 1938 ഹരിപുര, 1939 ത്രിപുരി എന്ന് പറയുന്ന 2 പ്ലേസിൻ്റെ പേര് ഇവിടെ കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് 2 തവണ INC പ്രസിഡന്റ് ആയിട്ടുണ്ട്. അത് 1938 ഹരിപുര സെഷൻ ഓഫ് INC കോൺഗ്രസും ആൻഡ് 1939 ത്രിപുരി സെഷനും. ഈ 2 സെഷനിലും സുഭാഷ് ചന്ദ്രബോസിനെയാണ് INC പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് എന്നാണ് പറയുന്നത്. അത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചിട്ടുള്ള അഡീഷണൽ എക്സ്പ്ലനേഷൻ ആണ് തന്നിട്ടുള്ളത്. ഒരു ചോദ്യം വരുമ്പോൾ അതിന് 1-2 അഡീഷണൽ പോയിന്റ് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ കൂട്ടിച്ചേർത്തതാണ്. അതും സിംഗപ്പൂരും തമ്മിൽ എന്നാ ബന്ധം എന്നൊന്നും ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി എടുത്ത് പറഞ്ഞതാണ്. 45th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രീ ഹിസ്റ്റോറിക് ഈസ് നോൺ ഫോർ മാസ് പ്രൊഡക്ഷൻ ഓഫ് മൈക്രോലിത്സ്? അതായത് താഴെ തന്നിരിക്കുന്ന 4 എന്ന് പറയുന്നത് 4 പ്രീ ഹിസ്റ്റോറിക് സൈറ്റുകളാണ്. ഈ പ്രീ ഹിസ്റ്റോറിക് സൈറ്റുകളിലെ മൈക്രോലിത്തിൻ്റെ മാസ് പ്രൊഡക്ഷൻ, മൈക്രോലിത്തുകൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള രീതിയിൽ നമുക്ക് എവിഡൻസ് കിട്ടിയ സൈറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ബാഗൂർ എന്നുള്ളതാണ്. അവിടെ തന്നെ ബാക്കി 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1 ആഡംഗർ, 2 നലഗൊണ്ട, 3 സംഗനക്കല്ല്. ഇത് 3ഉം മറ്റ് പ്രീ ഹിസ്റ്റോറിക് സൈറ്റുകളാണ്. ഇവയൊക്കെ എവിടെയാണ് എന്താണെന്നൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കുന്നതൊക്കെ നല്ലൊരു കാര്യമാണ്. 46th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? എഗെയിൻ മാച്ച്ഡ് പെയർ കണ്ടുപിടിക്കാൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നിരിക്കുന്നതിൽ തെറ്റായ പെയർ ഏതാണ് എന്നാണ് ചോദ്യം. അവിടെ ഹെഡിങ് അടക്കം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതായത് ഉപനിഷത്ത് കിങ്സും കിങ്ഡവും ആണ് ചോദിച്ചിട്ടുള്ളത്. ഉപനിഷത്ത് എഴുതിയ കാലഘട്ടത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കുറേ രാജാക്കന്മാരും അവരുടെ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയാണ് നമുക്ക് കുറച്ചുകൂടി ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായി. കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് അജാതശത്രു മഗധ, അശ്വപതി കേകയ, ജനക വിദേഹ, പ്രവഹന ജൈവാലി പാഞ്ചാല. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നെങ്കിലും അത്യാവശ്യം ചില സിനിമകളോ അല്ലെങ്കിൽ രാമായണം, മഹാഭാരതം അങ്ങനത്തെ കഥകളൊക്കെ കേട്ട് പരിചയമുള്ളവർക്ക് കുറച്ചുകൂടി ടേംസ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഹിസ്റ്ററി പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചിലപ്പം പരിചയം വരും ചില ടേമുകൾ എന്ന് പറഞ്ഞത്. അതെന്താണെന്ന് വെച്ചാൽ മഗധ, അജാതശത്രു, അത് നമ്മൾ എങ്ങനെയും കേൾക്കുന്നതാണ്. 16th ജനപദ എൻ്റെ അകത്ത് ഏറ്റവും വലുതായിരുന്നു എന്നുള്ളത്. കേകയ നമ്മൾ പെട്ടെന്ന് അങ്ങനെ കേൾക്കുന്നില്ലെങ്കിലും കൈകേയി, കേകയം, രാമൻ്റെ കഥയിലും പറയുന്നതിലും ഭരതൻ്റെ അമ്മ കൈകേയി ദശരഥൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കേൾക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ രാജാവായിരുന്നു അശ്വപതി എന്നാണ് പറയുന്നത്. പിന്നെ വിദേഹ,
എന്ന് പറയുന്നത് ജനകൻ, സീതേൻ്റെ അച്ഛനായിരുന്നു ജനകൻ. അവരുടെ മകള് സീതേന വൈദേഹി എന്ന് വിളിക്കുന്നത് തന്നെ ഈ വിദേഹ അഥവാ ഈ രാജ്യത്തിലെ കുട്ടി എന്നുള്ള അർത്ഥത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ക്വാസി ഹിസ്റ്റോറിക്കലാണ്, നമ്മളത് എക്സാക്റ്റ് അതുപോലെ എടുക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഈ ടേംസ് ഒക്കെ പലതരത്തിൽ നമ്മൾ ഈ ഹിസ്റ്ററിക്കൽ പുസ്തകത്തിൽ മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ട കഥകളിലെല്ലാം ചിലപ്പോൾ ഇത്തരം ടേമുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പാഞ്ചാല രാജ്യത്തെ രാജകുമാരിയാണ് പാഞ്ചാലി എന്നൊക്കെയാണ് അതിൻ്റെ ഒരു കിടപ്പ് വശം. നമുക്കത് ക്വസ്റ്റ്യനുമായിട്ട് ഇങ്ങനെ കണക്ഷൻ കൂട്ടാം എന്നുള്ള ഒരു സാധനത്തിന് വേണ്ടി മാത്രം പറഞ്ഞത്, അല്ലാണ്ട് കഥ പറഞ്ഞതോ അത് ഇതെന്ന് കണക്ട് ചെയ്തോ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു സാധാരണ ലെവലിൽ നമ്മൾ പഠിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ കണക്ഷൻ കൂട്ടിക്കൊണ്ടിരുന്നോ അത്രത്തോളം നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഉത്തരം ലൊക്കേറ്റ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യും. അതിനു വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഈ ചോദ്യത്തിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ UGCൻ്റെ അതേ ക്വസ്റ്റ്യൻസ് അതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ പറയുന്നത്. ഇതിൽ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്ന് പറയുന്ന ഒരു പേരാണ് തന്നിരിക്കുന്നത്. അതെന്തുദ്ദേശിച്ച് അവർ കൊടുത്തു എന്നറിയില്ല. ഇതിലെല്ലാ പേരും കറക്റ്റാണ്. അതാണ് അതിൻ്റെ ട്വിസ്റ്റ്. അതായത് അജാതശത്രു മഗധയിലെ ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കിങ് ആയിരുന്നു. അശ്വപതി കേകയ രാഷ്ട്രത്തിലെ ഒരു കിങ് ആയിരുന്നു. അതുപോലെ തന്നെ ജനകൻ വിദേഹത്തിലെ രാജാവ്. നമ്മൾ പറഞ്ഞു ഇതിൽ ഈ ജനകൻ വൈദേഹിൻ്റെ അച്ഛനാണ്, വിദേഹ എന്ന് പറയുന്നത് അവരുടെ രാജ്യമാണ് എന്നുള്ളത് നമുക്ക് ഈ കഥ വഴി തന്നെ നമുക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ അജാതശത്രു മഗധയാണെന്ന് നമുക്കറിയാം. അശ്വപതി നമുക്കധികം പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ പ്രവഹന ജൈവലി എന്ന് പറയുന്ന ആ രാജാവിനെ അധികം പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ 2 ഓപ്ഷൻ നമുക്ക് കിട്ടും, ബാക്കി 2 ഓപ്ഷൻ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ UGCക്കാർ അതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കുന്ന അജാതശത്രു മഗധ എന്നുള്ളതാണെങ്കിൽ പോലും ഒറിജിനൽ റെക്കോർഡ്സ് പ്രകാരം അജാതശത്രു മഗധയിലെ രാജാവാണ്. അതാണ് ഈ ഒരു ചോദ്യത്തിലൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്ലാരിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ നമ്മൾ അതെന്താ ഏതാ എന്നൊക്കെ അന്വേഷിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുക. ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നെറ്റിന് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നെറ്റിനൊരു ക്ലെയിം ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ എഴുതിയ ഉത്തരം കറക്റ്റാണ്, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവാറുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാക്റ്റുകൾ മിസ്റ്റേക്ക് ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളത് നെറ്റിനെ ക്ലെയിം ചെയ്തിട്ട് നമുക്കത് മാർക്ക് വാങ്ങാൻ പറ്റും. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കതൊരു സ്കാം അല്ലേ എന്നൊക്കെ തോന്നുമെങ്കിലും അത്തരത്തിലൊരു സിസ്റ്റം എന്തായാലും ഉണ്ട് നെറ്റിന്. അത് വരുന്നതും വർക്കാവുന്നതും ഒക്കെ ഈ ഒരു റീസൺ കൊണ്ടാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒത്തുപോകാൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസോ ഉത്തരങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. 47th question. Which legislation for the first time used the term scheduled caste? ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ടേം ഫസ്റ്റ് യൂസ് ചെയ്ത ലെജിസ്ലേഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുൻപുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ലെജിസ്ലേറ്റീവ് ആക്ടുകളിലോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ അകത്തോ ഏതിലാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ടേം ആദ്യമായി ഉപയോഗിച്ചത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഈ ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ GOIൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ളതാണ്. ആൻഡ് ബാക്കി 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക്കും എന്നാണുള്ളത്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990 എന്ന് കാണാൻ പറ്റും. ഇതൊക്കെയും പലതരത്തിൽ ഇന്ത്യയുടെ ലെജിസ്ലേഷനും ലെജിസ്ലേറ്റീവ് റൂൾസും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പലതരം ആക്ടുകളാണ്. അതിൽ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആദ്യമായിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുള്ളത്. 48th question. Who among the following was not an eminent Orientalist? പ്രധാനപ്പെട്ട ഓറിയന്റലിസ്റ്റിൽ അല്ലാത്തത് ആര് എന്നാണ് ചോദ്യം. ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഹിസ്റ്ററീസ് എഴുതി അല്ലെങ്കിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെ കുറിച്ചിട്ട്, ഈസ്റ്റേൺ വെസ്റ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പറയുന്നതിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യ പോലുള്ള രാജ്യങ്ങളെ കുറിച്ചിട്ട് എഴുതി വച്ചിരിക്കുന്ന ചരിത്രങ്ങൾ എഴുതിയ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ, അവരെയാണ് ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്സിഡൻ്റൽ, ഓറിയൻ്റൽ 2 ടേമാണ്. ഓക്സിഡൻ്റൽ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നത്, ഓറിയൻ്റൽ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഈസ്റ്റേൺ കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്ന ഓറിയന്റലിസ്റ്റുകളുടെ കൂട്ടത്തിൽ പെടാത്ത ആര്? താഴെ തന്നിരിക്കുന്ന 4 പേരിൽ ആരാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ, HT കോൾബ്രൂക്ക്, ബി, HH വിൽസൺ, സി, എഡ്വിൻ ആർണോൾഡ്, ഡി, ചാൾസ് ട്രെവലിയൻ. ഇതിൽ ചാൾസ് ട്രെവലിയൻ ഓറിയന്റലിസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി
വാദിച്ച ഒരു ഇംഗ്ലീഷ് അഡ്മിനിസ്ട്രേറ്ററാണ് ചാൾസ് ട്രെവലിയൻ. അദ്ദേഹം ഓറിയന്റലിസ്റ്റ് അല്ല എന്നുള്ളതിനൊരു പ്രൂഫ് അഡീഷണൽ പറഞ്ഞതാണ്. അതായത് ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ്, അറബിക് പോലുള്ള ഈസ്റ്റേൺ ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയായിരിക്കും എന്നുള്ളതാണ് ഒരു വെപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാൾസ് ട്രെവലിയൻ അങ്ങനെ ഒരാളല്ല, അഥവാ ഓറിയന്റലിസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഓക്സിഡന്റലിസ്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും പറയുന്നില്ല. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, അഥവാ അവിടുത്തെ ഭരണ നിർവഹണത്തിലെ ആൾക്കാരിലെ ഒരാളായിരുന്നു ചാൾസ് ട്രെവലിയൻ. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം.